ഗുഡ് ഈവനിങ്, നിജീഷാണ്. അപ്പോഴേ നമ്മുടെ വീട്ടിലെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ അവസ്ഥകളൊക്കെ നമ്മുടെ കൂട്ടുകാർ കുറച്ച് ദിവസമായി ചോദിക്കണേ. ഞാൻ പിന്നെ ഓരോരോ തിരക്കിൽ ഷോപ്പിലെ തിരക്കും കൂടെ നമ്മുടെ നാട്ടിലെ കുംഭമേളയുടെ തിരക്കും ഒക്കെ ആയിട്ട് നമ്മുടെ എന്താ പറയുക ചെറിയ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കേബേജും നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ വഴുതന വെണ്ടയൊക്കെ അത്യാവശ്യം നമ്മളെ ഭാര്യ പറിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ കൊത്തവരയും പയറൊക്കെ അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കയ്പ ഒരു 5-10 പറിച്ചു എന്ന് പറഞ്ഞ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മളെ തക്കാളി കുട്ടന്മാർ പിന്നെ അത്യാവശ്യം ദിവസം പറിക്കാനുള്ളതൊക്കെ അതിലിങ്ങനെ ഉണ്ടാവും. 5-6-7 ഗ്രോ ബാഗിലുള്ളത് കാരണം നമുക്ക് ഒരു 5-6-7 ഡെയിലി പറിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ തക്കാളികളൊക്കെ അപ്പോൾ നല്ല ഉയരത്തിൽ പോയി. എന്നിട്ടൊക്കെ ഏകദേശം അതിൻ്റെ സമയം തുടങ്ങി 2-3 മാസം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതേമാതിരി കുറച്ച് ഗ്രോ ബാഗും ചെറിയ കുറച്ച് സ്ഥലവും കൂടെ ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ ഒരുവിധം നമുക്കിത് സംസ്കരിക്കുകയും ചെയ്യാം. നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തോളൂ. പച്ചമുളകൊക്കെ നമ്മളൊരു 4-5 വർഷമായിട്ട് വാങ്ങിയിട്ട് തന്നെ ഇല്ല. പിന്നെ ചീര അതേമാതിരി കുറച്ച് ഡെയിലി പറിക്കാനുണ്ടാവും. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.